മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെന്ന് ഇ അഹമ്മദിന്റെ മകൾ ഫൗസിയ പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായും മത്സരിക്കും. ഇക്കാര്യം ഹൈദരലി തങ്ങൾക്ക് അറിയാമെന്നും ഫൗസിയ മീഡിയ വണ്ണോട് പറഞ്ഞു. ടി കെ റാഷിദ് വിവരങ്ങളുമായി. റാഷിദ്, എന്താണ് അവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? ഇത് പാർട്ടി നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഇത്തരമൊരു സാധ്യത എത്രത്തോളം അവശേഷിക്കുന്നുണ്ട് ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാനാവുന്ന വിധം? നിഷാദ്, ഫൗസിയയുടെ ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് നൽകാനാകുന്ന വിവരമായി ഉള്ളത്. ഫൗസിയ നമ്മോട് ടെലിഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഏതായാലും നേരിട്ടുള്ള അവരുടെ പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വിവരപ്രകാരം മുസ്ലിം ലീഗ് നേതൃത്വത്തെ കൃത്യമായി തന്റെ ആഗ്രഹം അല്ലെങ്കിൽ തന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഫൗസിയ അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാൻ ഒരുക്കമാണ്. ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകുന്നതിന് ഒരുക്കമാണ് എന്നൊരു നിലപാട് ഫൗസിയ ലീഗ് നേതൃത്വത്തെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഈ വിവരം കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ഫൗസിയ പാണക്കാട്ടെത്തി ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അറിയാനായത്. എന്നാൽ ഫൗസിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ തങ്ങളുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന ഒരു വിവരമാണ് നൽകാനാകുന്നത്. പക്ഷേ തങ്ങൾക്ക് ഈ തന്റെ നിലപാട് അല്ലെങ്കിൽ തന്റെ ആഗ്രഹം അതേക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നും ഫൗസിയ പറയുകയുണ്ടായി. ഇനി ഇക്കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് അനുസരിക്കും. പാർട്ടി പറയുന്ന എന്ത് കാര്യവും എന്ത് തീരുമാനവും അനുസരിക്കുമെന്ന ഒരു കാര്യമാണ് ഫൗസിയ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. റാഷിദാണ് വിവരങ്ങൾ. നൂർബിന റഷീദ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിൽ. നൂർബിന റഷീദ്, പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ സന്നദ്ധയാണെന്നാണ് ഡോക്ടർ ഫൗസിയ പറയുന്നത്. ഇത് മുസ്ലിം ലീഗ് നേതൃത്വം ഗൗരവതരമായി പരിഗണിക്കും, ചർച്ച ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒന്നാമതായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക സാധാരണ പതിവ്. പിന്നെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും വേണമെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിക്കാലോ. ആഗ്രഹം പ്രകടിപ്പിക്കാൻ ഇവിടെ പന്നയില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാം. പക്ഷെ അതിനൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലാ ഒരാൾക്ക് അവിടെ സ്ഥാനാർത്ഥിയാവാൻ പറ്റുള്ളൂ. ഈ അഹമ്മദിന്റെ മകൾ എന്ന ക്ലെയിം ആണല്ലോ ഈ കാര്യത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഗൗരവത്തിലെടുക്കേണ്ട സാഹചര്യം പാർട്ടിക്ക് മുൻപിലുണ്ടോ? ഇപ്പോൾ ഒരു സാധാരണ സ്ത്രീയെ പോലെയല്ല. പിന്നെ അവർക്ക് പ്രവർത്തന പശ്ചാത്തലമില്ല എന്ന വിമർശനം ഉന്നയിക്കാം. പക്ഷേ ഈ അഹമ്മദിന്റെ മകൾ എന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് മത്സരിക്കാനുള്ള അവരുടെ താല്പര്യം ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യം ലീഗിനുണ്ടോ? അല്ലല്ല, അങ്ങനെ ഇത് രാഷ്ട്രീയ പ്രസ്ഥാനത്തില് ജനാധിപത്യ സംവിധാനത്തില് ഒരു നിയമത്തിലും ഈ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടിയായി രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വെച്ചിട്ടില്ല. ആരും വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ക്ലെയിം ഒന്നും പറയാനൊന്നും ആയിരിക്കില്ല. പാർട്ടി ഒരാളെ നിർത്തും, അവര് ജയിക്കും, അവര് മത്സരിക്കും, അവര് ജയിക്കും, അവര് ജയിച്ചാൽ അവിടെ എത്തും എന്ന് വിചാരിച്ച് ഇത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്ന ഒരു ക്ലെയിം എന്നൊക്കെ പറയാൻ. ഇതൊക്കെ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ക്ലെയിം അവർ ഉന്നയിച്ചു എന്നല്ല, അവരിപ്പോ അത് ആവശ്യപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മകളാണ്. അദ്ദേഹത്തിന്റെ അവിടെ സിറ്റിംഗ് MP ആയിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകളായപ്പോൾ സ്വാഭാവികമായും മത്സരിക്കാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയാണ്. ഇ അഹമ്മദിന്റെ മകൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു എന്നതുകൊണ്ട് അത് പരിഗണിക്കണമെന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് അതിശക്തമായ വനിതാ ലീഗ് സംഘടനയുണ്ട്. ആ വനിതാ ലീഗ് സംഘടനയിൽ ഇഷ്ടം പോലെ നല്ല നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചൂടെ? അപ്പൊ ഇതൊന്നും മാധ്യമ സുഹൃത്തുക്കളെ ഇതൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ പാടില്ല. ഞാനിത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത് അതായത് മീഡിയയുടെ സൃഷ്ടിയാണ്. അങ്ങനെയല്ല, അത് അവരുടെ താല്പര്യം അവർ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ്. അത് ഹൈദരലി തങ്ങളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നവർ പറയുകയും ചെയ്തു. ഇത് ഊഹാപോഹ വാർത്തയല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് നേതാക്കന്മാർ, മൺമറഞ്ഞു പോയ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പെൺമക്കളൊക്കെ വന്നിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം, അതൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഇതിപ്പം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മീഡിയ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വനിതാ ലീഗിന്റെ നേതാവ് എന്ന രീതിയിൽ ഇതുവരെ ഫൗസിയ എന്നെ ഒന്നും വിളിച്ചിട്ട് ഇത്തരം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. സംസ്ഥാന വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. നാഷണൽ വനിതാ ലീഗിന്റെ ദേശീയ തലത്തിലുള്ള വനിതാ ലീഗ് രൂപീകരണത്തിലെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഇന്ന് വരെ ഇ അഹമ്മദ് സാഹിബിന്റെ മകളെ നമ്മൾ വനിതാ ലീഗിലും കണ്ടിട്ടില്ല. നമ്മളോട് ഇങ്ങനെ ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടില്ല. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം വനിതാ ലീഗിലും. നൂർബിന റഷീദ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കപ്പെടാനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആകെ 2 സീറ്റ് മാത്രമാണല്ലോ മുസ്ലിം ലീഗിനുള്ളത്.
ഇവിടെ നിയമസഭയിൽ കിട്ടാത്ത പ്രാതിനിധ്യം വനിതകൾക്ക് ഇനി ലോക്സഭയിൽ കിട്ടുമെന്ന് വെറുതെ കരുതേണ്ടതില്ലല്ലോ. ആ പ്രതീക്ഷയ്ക്ക് കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയവും ആശങ്കയും വേണ്ട. ഒരു ഭയവും ഒരു ആശങ്കയും ഇല്ല. പക്ഷെ ഇതൊക്കെ ഇത്തരം ന്യൂസുകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് എന്തിനാ ഭയത്തിന്റെ ആവശ്യം? ഞങ്ങൾക്ക് എന്തിനാ ഭയം? ഞങ്ങൾക്ക് എന്തിനാ ആശങ്കയുടെ ആവശ്യം? ഇനിയിപ്പോ ഡോക്ടർ ഫൗസിയ അല്ലെങ്കിൽ കൂടി അവിടെ ഒരു വനിതയെ എന്തായാലും പരിഗണിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണല്ലോ. അല്ലല്ല, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ ഞങ്ങളുടെ വനിതാ ലീഗ് എന്ന് പറയുന്നത് വെറും പാർലമെന്ററി വ്യാമോഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല എന്ന് 19 വർഷക്കാലം ഞങ്ങളെയൊക്കെ കണ്ട നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറയുന്നു, ഇങ്ങനെ മാധ്യമങ്ങൾ ഇല്ലാത്ത ന്യൂസുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള വാർത്തകളല്ല സൃഷ്ടിക്കേണ്ടത്. അവിടെ ഇപ്പോ റഷീദ്, ഇപ്പൊ അവിടെ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്കകത്ത് പൊതുവായ ഒരു താല്പര്യം ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പേരൊന്നും പറയണ്ട, പക്ഷേ ചില ആളുകളുടെ കാര്യത്തിൽ ചില താല്പര്യവും ചില അഭിപ്രായങ്ങളും പൊതുവായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. പാർട്ടി നാളെ ഇപ്പം വർക്കിംഗ് കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഉത്തമ പ്രവർത്തക എന്ന രീതിയിൽ നാളത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കും. അവിടെ വരുന്ന എന്താണല്ലോ അജണ്ടക്കനുസരിച്ച് ഞങ്ങൾ ആ പാർട്ടി വേദികളിൽ സംസാരിക്കും. അല്ലാണ്ട് നമ്മളിപ്പോ പത്രമാധ്യമ സുഹൃത്തുക്കളോടല്ലല്ലോ സംസാരിക്കേണ്ടത്. അല്ല നൂർബിൻ റാഷിദ്, ദയവായി താങ്കൾ തുടരുമോ? ഇപ്പോൾ ടി കെ റാഷിദ് ദില്ലിയിൽ ഞങ്ങളുടെ ലേഖകനുണ്ട്. റാഷിദ്, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ഒരു ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ അവർ പറയുന്നത്? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയതായി അവർ പറയുന്നുണ്ടോ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയ ഘട്ടങ്ങളിലെല്ലാം അന്തിമ തീരുമാനം എടുത്തത് പാണക്കാട് കുടുംബത്തിന്റെ അമരത്തുള്ള ആളായിരുന്നു. അത് നേരത്തെ ശിഹാബ് തങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ഹൈദരലി തങ്ങളാണ്. ഹൈദരലി തങ്ങളോട് തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യം നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. തന്റെ ആഗ്രഹം സംബന്ധിച്ച ഹൈദരലി തങ്ങൾക്ക് കൃത്യമായ വിവരമുണ്ട് എന്നാണ് ഫൗസിയ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ എത്തുന്ന അവർ ഒരുപക്ഷെ നമ്മോട് ഇക്കാര്യം നേരിട്ട് തന്നെ സംസാരിക്കും. ആ സമയം പ്രേക്ഷകർക്ക് അത് കൃത്യമായി നമുക്ക് നൽകാനാകുമെന്നാണ് കരുതാനാകുന്നത്. ഇപ്പോൾ ടെലിഫോണിൽ അവർ നൽകിയ വിവരപ്രകാരം നമുക്ക് പ്രേക്ഷകരോട് ഇപ്പോൾ നൽകാനാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് പാണക്കാട് തങ്ങളുമായി കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് ഫൗസിയ കൊടപ്പനക്കൽ തറവാട്ടിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ തങ്ങളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നൊരു കാര്യമാണ് ഫൗസിയ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തങ്ങൾക്ക് തന്റെ ആഗ്രഹം സംബന്ധിച്ച് അറിയാം. ഏതായാലും മറ്റന്നാൾ ലീഗിന്റെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇറങ്ങുന്നത്. നാളെ കേരളത്തിലും ലീഗിന്റെ യോഗം നടക്കുന്നുണ്ട്. നാളത്തെ യോഗത്തിൽ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്ത് നാളെ തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വവും നമുക്ക് നൽകുന്ന സൂചന. അങ്ങനെ വരികയാണെങ്കിൽ ഫൗസിയുടെ കാര്യം നാളത്തെ യോഗത്തിൽ ചർച്ചയാകും. ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയി ആരാണ് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച ഒരു അന്തിമ പ്രഖ്യാപനം പാണക്കാട് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇത്തരമൊരു വളരെ നിർണായകമായ ഒരു സമയത്ത് കൂടിയാണ് ഫൗസി ഇക്കാര്യം പ്രതികരിച്ചിരിക്കുന്നത്. നിഷ, നൂർബിന റഷീദ്, നാളെ വർക്കിംഗ് കമ്മിറ്റി ചേരാൻ പോവുകയാണ്. താങ്കളടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നിരവധിയായ പേരുകൾ പാർട്ടിക്ക് മുൻപിലുണ്ടോ, അതോ ചില ചുരുക്കം പേരുകളിലേക്ക് ഇതിനകം ചർച്ച എത്തിപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ ആരും പാർട്ടിയുടെ ഉന്നതാധികാര തീരുമാനമെടുക്കുന്ന ബോഡികളിൽ ഇല്ല. ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി വരെയേ ഉള്ളൂ. നാളത്തെ വർക്കിംഗ് കമ്മിറ്റിയുടെ അജണ്ട തന്നെ നാളെ അവിടെ എത്തിയാൽ നമ്മൾ അറിയും. അപ്പൊ അതിനനുസരിച്ച് അവിടെ സംസാരിക്കും. അല്ലാണ്ട് ഞങ്ങളോട് ഇപ്പൊ പേര് ചോദിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്നും അല്ല പാർട്ടി തീരുമാനിക്കുന്നത്. നാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമായിരിക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. വളരെ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതുവരെ ഒന്നും ചർച്ചകളൊന്നും തന്നെ വന്നിട്ടില്ല. ആൾക്ക് ശേഷം അത് അതിൻ്റെതായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇതിന്റെ മരണശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ ആ വിടവ് നികത്താൻ കുഞ്ഞാലിക്കുട്ടി ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ റോൾ അദ്ദേഹം എടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു പാർലമെന്ററി പദവിയുടെ പിൻബലം കൂടി അദ്ദേഹത്തിന് വേണ്ടതുണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയാണ് അവിടെ പരിഗണിക്കപ്പെടാൻ പോകുന്നത് എന്ന് പറയാമല്ലേ? അല്ല, കുഞ്ഞാലി സാഹിബ് എന്തായാലും നല്ലൊരു ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം ഏറ്റെടുത്തു. അത് എന്തുകൊണ്ടും പാർട്ടിക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു സ്ഥാനത്തിലാണ് കുഞ്ഞാലി സാഹിബ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ നമുക്കറിയാം മൈനോറിറ്റിയെ ശക്തിപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിന് എന്തുകൊണ്ടും പ്രാപ്തനായ ഒരു നേതാവ് തന്നെയാണ് ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹം അത് നിർവഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെതായ വേദികളിൽ ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം ഉണ്ടാകും.
പക്ഷേ ഒരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലാതിരുന്നിട്ടും തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന ആവശ്യം പാർട്ടി നേതൃത്വത്തിലേക്ക് മുൻപിലേക്ക് വെച്ച ഡോക്ടർ ഫൗസിയയുടെ നടപടി അനുചിതമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇതൊന്നും ഫൗസിയ ഞാൻ പറഞ്ഞില്ലേ, ഫൗസിയ എന്റെ മുന്നിൽ വെച്ചിട്ടില്ല. പാർട്ടിയുടെ മുമ്പിൽ വെക്കണമെങ്കിൽ ഒന്നുകിൽ വനിതാ ലീഗിന്റെ മുന്നിൽ അവര് വരണം, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ മുമ്പിൽ വരണം. ഇതുവരെ വരാത്ത സ്ഥിതിക്ക് മീഡിയയുടെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ലെന്നുള്ള ഒരു ഖേദം ഞാൻ പാർട്ടി നേതൃത്വം എന്നാൽ ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് കഴിഞ്ഞ ദിവസം അവർ മലപ്പുറത്ത് എത്തിയിരുന്നുവെന്നാണ്. ഇന്നിപ്പോൾ അവർ വരുന്നുണ്ട് ദില്ലിയിലേക്ക്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കാമെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി പാർട്ടി നേതൃത്വവുമായി പാണക്കാട് കുടുംബവുമായി ആശയവിനിമയം നടത്താൻ അവർ ശ്രമിക്കുകയുമാണ്. അല്ല, പാണക്കാട് കുടുംബത്തിൽ എപ്പോ വേണമെങ്കിലും ആർക്കും വരാം. ആ വാതിലുകൾ എന്നും തുറന്നിട്ടതാണ്. അവിടെ ഒരാളുടെ മുന്നിലും പാണക്കാട് കുടുംബാംഗങ്ങളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടാറില്ല. ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും ആ ഗൃഹങ്ങളിലേക്ക്, ആ വീടുകളിലേക്ക് ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാവർക്കും സ്വാഗതമായി തുറന്നിട്ട വാതിലുകളാണ് പാണക്കാട് കുടുംബാംഗങ്ങളുടെ വാതിലുകൾ. അവിടെ ആർക്കും വരാം. പക്ഷെ എന്താണ് ആവശ്യം എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. നന്ദി നൂർബിന റഷീദ്. ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് വ്യക്തമാക്കിയതിന് ടി കെ റാഷിദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇ അഹമ്മദിന്റെ മകൾ ഡോക്ടർ ഫൗസിയ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താൽപര്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് വാർത്ത.